രണഭേരി മുഴക്കിടും മുഹദിലെ മതി മഷ്ഹൂരെ യദിശൂരെ അബ്ദുൽ മുത്തലിബിൻ മതി സുദരായ സദീരെ ദമിഗത്തിനു ശിരായുദിത മുദീരെ ഷഹീദത്തെ അസദത്തെ ഹംസത്തുൽ ഖറാരെ മികന്തവരാം ദഹ്റേ രണഭേരി മുഴക്കിടും മുഹദിലെ മതി മഷ്ഹൂരെ യദിശൂരെ അബ്ദുൽ മുത്തലിബിൻ മതി സുദരായ സദീരെ ദമിഗത്തിനു ശിരായുദിത മുദീരെ ഷഹീദത്തെ അസദത്തെ ഹംസത്തുൽ ഖറാരെ മികന്തവരാം ദഹ്റേ ആറ്റിലുടങ്ങിടെ നബിയൊരിലച്ച മുറ്റോരല്ലേ അസദല്ലേ ശിതമേറും വീറും കാട്ടി കുഫറിനെ തുരത്തവരല്ലേ ശുഭമല്ലേ ആറ്റിലുടങ്ങിടെ നബിയൊരിലച്ച മുറ്റോരല്ലേ അസദല്ലേ ശിതമേറും വീറും കാട്ടി കുഫറിനെ തുരത്തവരല്ലേ ശുഭമല്ലേ അടിയടി കടിപിടിയാലെ മറിഞ്ഞും തിരിഞ്ഞും വെട്ടിയെടുത്തെറിഞ്ഞിടും പുകഞ്ഞിടും അതുവതും ഞെട്ടി തുഴന്തിടും മില്ലിയെ പകയരിലൊളിയെ നാളെ സുവർഗത്തിൽ വിളങ്ങും തിളങ്ങും നബി മാതുലനാം മകനേ രണബരി മുഴക്കിടും മുഹദിലെ മതി മഷ്ഹൂരെ യദിശൂരെ അബ്ദുൽ മുത്തലിബിൻ മതി സുദരായ സദീരെ സമീകത്തിനു ശിരായുദിത മുദീരെ ഷഹീദത്തെ അസദത്തെ ഹംസത്തുൽ ഖറാരെ മികന്തവരാം ദഹ്റേ ഈറ്റപ്പുലി പോലെ മുഹദിലും പടധ്വനി മുഴക്കി ഇടം നടുക്കി നൊടിയോടെ വഹശവൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأن المساجد لله فلا تدعوا مع الله أحدا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സത്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തിയ സഹോദരന്മാരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മുജാഹിദുകളുടെ ഒരു സമ്മേളനം നടന്ന കാര്യം നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കും. അറിവ് സമാധാനത്തിന് എന്ന ഒരു പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ടാണ് സമ്മേളന പ്രഘോഷണങ്ങൾ നടന്നത്. സ്വാഭാവികമായും ആ പ്രമേയം കണ്ടപ്പോ ഞാനൊന്ന് അതിശയിച്ചു പോയി. പതിറ്റാണ്ടുകളായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വിഴുപ്പലക്കലുകളും മാത്രം സമ്മാനിച്ച ഒരു പ്രസ്ഥാനം ഇത്രയും മതേതരമായി തോന്നുന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നതിന്റെ പിന്നിലെ രഹസ്യമെന്തായിരിക്കുമെന്നാണ് എന്നെ ഏറെ അതിശയിപ്പിച്ചത്. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ നവോത്ഥാന പ്രസ്ഥാനമെന്നായിരുന്നുവല്ലോ വഹാബിസം വിളിക്കപ്പെട്ടത്. 100 വട്ടം ചിന്തിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല എന്താണ് മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾ ഇവിടെ ഉണ്ടാക്കിയ നവോത്ഥാനമെന്ന്. കാരണം ഈ സമുദായത്തിന്റെ ദിഷണയെ, ഈ സമുദായത്തിന്റെ ചിന്താശക്തിയെ, ഈ സമുദായത്തിന്റെ ചർച്ചകളെ
അവരുടെ സംവാദങ്ങളെ, വൈജ്ഞാനികമായ തിരിച്ചറിവുകളെ ഖബർ എന്ന് പറയുന്ന 3 അക്ഷരത്തിനുള്ളിൽ ഒതുക്കിക്കൂട്ടാൻ ശ്രമിച്ച ഏറ്റവും വലിയ അറുപിന്തിരിപ്പൻ യാഥാസ്ഥിക പ്രസ്ഥാനമാണ്, ഖുറാഫി പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് ചിന്തയുള്ള, ബുദ്ധിയുള്ള, തന്റേടമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. ഖബറിൽ നിന്ന് തുടങ്ങി ഖബറിൽ അവസാനിക്കുന്ന ഏതാനും ചില സംഗതികളും വാക്കുകളുമല്ലാതെ വഹാബിസം എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ സമുദായത്തിന്റെ ചിന്തയെയും ദിശണയെയും ഖബറുകൾക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഖബറാളികളെ വിളിക്കാമോ, ഖബറിലേക്ക് നമുക്ക് സിയാറത്തിന് പോകാമോ, അല്ലെങ്കിൽ ഖബർ കെട്ടിപ്പൊക്കാമോ, ഇങ്ങനെയുള്ള ഖബറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒതുക്കി സമുദായത്തിന് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങളിൽ സമുദായത്തിന്റെ ഇടപെടലുകൾ, വൈജ്ഞാനികമായ ചർച്ചകൾ, കാര്യങ്ങൾ, ഇതിലേക്കൊന്നും മുസ്ലിം സമുദായത്തിന്റെ ചിന്തയെ, ദിശണയെ അങ്ങോട്ടൊന്നും വിടാൻ സമ്മതിക്കാത്ത രൂപത്തിൽ ഇത് ചർവണം ചെയ്തുകൊണ്ട് ഏതൊക്കെയോ ചില പാശ്ചാത്യൻ ശക്തികളുടെ പിന്തുണയെന്നോണം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, അവര് സമുദായത്തെ ഒരിക്കലും വികസിക്കാൻ പറ്റാത്ത വിധം മൂരാച്ചികളാക്കി മാറ്റുവാനാണ് ശ്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആയിടെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, കാരണം മുജാഹിദുകളുടെ സമ്മേളന പ്രമേയങ്ങൾ ഒരുപാട് കണ്ടവരാണ് നമ്മൾ. അവര് പറയാറുള്ളത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം ഒന്നുകിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അല്ലെങ്കിൽ ആരോടാണ് പ്രാർത്ഥന. ഈ രൂപത്തിലുള്ള പ്രമേയങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ അവർക്ക് ഒരിക്കലും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അറിവ് സമാധാനത്തിന് എന്ന് കേട്ടപ്പോ ഞാനൊന്ന് അതിശയിച്ചു പോയി. എന്താ മുജാഹിദുകൾ അറിവിനെ കുറിച്ചും സമാധാനത്തിനൊക്കെ കുറിച്ച് പറയാൻ തുടങ്ങിയോ? കേരളത്തില് അല്ലെങ്കിൽ ദേശീയ തലത്തില് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, വഹാബിസം ലോകത്തിന് സമ്മാനിച്ചത് സമാധാനമല്ല, അസ്വസ്ഥതകൾ മാത്രമായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വഹാബിസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അസ്വസ്ഥതകളുടെ ഭണ്ഡാരമാണ് നമുക്ക് മുമ്പിലുള്ളത്. എവിടെ നിന്ന് തുടങ്ങുന്നു? അത് മുസ്ലിം സമുദായത്തിന് നെടുക പിളർത്തിയാണല്ലോ വഹാബിസം മുന്നോട്ട് വരുന്നത്. വഹാബിസത്തിന്റെ തുടക്കക്കാർ ആരായിരുന്നു? ആശയപരമായി അതിന്റെ പൂർവികർ ഖവാരിജുകളായിരുന്നു. ഖവാരിജുകളുടെ തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ മുസ്ലിമീങ്ങളെ കാഫിറുകൾ എന്ന് വിളിച്ചു, മുസ്ലിമീങ്ങളെ കൊല്ലണമെന്നും കൊല്ലൽ അനുവദനീയമാണെന്നും അതിനുവേണ്ടി ഫത്വകൾ ഇറക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. അതിന്റെ എല്ലാ നിലക്കുമുള്ള പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് വഹാബിസം ലോകത്തുണ്ടായത്. ത്വായിഫിൽ എത്രത്തോളം വരുന്ന ആളുകൾ 300 ചില്ലാണം വരുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വകവരുത്തുകയുണ്ടായി. മദീനയിൽ ഇങ്ങനെ വിശുദ്ധമായ സ്ഥലങ്ങളിൽ പോലും നിസ്കരിക്കുകയും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ പോലും വകവരുത്തിക്കൊണ്ടാണ് വഹാബിസം മുന്നോട്ട് വന്നത്. നമ്മൾ ലഘുലേഖ ഇറക്കിയിരുന്നല്ലോ, അതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. അവർക്കത് നന്നായി കൊണ്ടിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തേ ഞങ്ങൾ അതിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാതിരുന്നത്? ലോകത്ത് അസ്വസ്ഥതകൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് സമുദായത്തിനകത്ത് എന്നും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറകളും ചുണ്ടിയും ശണ്ടയും മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോ ഭീകരതയുടെ ഏതെങ്കിലും വേരുകൾ ഇസ്ലാമുമായി എന്തെങ്കിലും ഒരു തലത്തിൽ ബന്ധമുണ്ടെങ്കിൽ പലപ്പോഴും എല്ലാ മാധ്യമ കഥകളാണ് നമ്മൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ആശയപരമായി വഹാബിസത്തിനോട് അത് ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വഹാബിസത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് സമാധാനത്തിന് നല്ലതാണ്. കാരണം ആരും വഹാബിസം പുഴകാലിരുന്നാൽ ഇവിടെ സമാധാനമുണ്ടാകും. വഹാബിസം ഇവിടെ അസ്വസ്ഥതകൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കർബലയിൽ 1000-ഓളം വരുന്ന ആളുകളെ കൊല്ലാകൊല ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന മുജാഹിദ് പത്രമാണ് അത് നമ്മോട് മലയാളത്തിൽ ആദ്യമായി പറഞ്ഞത് എന്നറിയുമ്പോ നമ്മൾ അത്ഭുതപ്പെടുന്നു. കർബലയില് മുസ്ലിമീങ്ങളായ ആളുകളെ വഹാബി സൈന്യം അവർ കൊന്നൊടുക്കി എന്ന് നമുക്ക് അൽ ഇത്തിഹാദ് പത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. വഹാബിസം അത് സമാധാനത്തിനുള്ളതല്ല, മറിച്ച് അസ്വസ്ഥതകൾ മാത്രമാണ്, ഭീകരത മാത്രമാണ് അതിവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നതിന് വ്യക്തമായ സാക്ഷ്യമല്ലേ അത്? ആരാണ് കഅബ കൊള്ളയടിച്ചത്?
ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ നിന്ന് രത്നങ്ങൾ കൊള്ളയടിച്ചത്? ചരിത്രം വാചാലമാകുന്നുണ്ട്. വഹാബി സൈന്യമായിരുന്നു. വഹാബിസം അത് സമാധാനത്തിനാണോ? അല്ല, മറിച്ച് അസ്വസ്ഥതകളാണത് പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് അതിന്റെ ഓരോ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ മലയാളത്തില് മഖബറകളിലേക്ക് നേർച്ച നേരുന്നത് അത് ശിർക്കാണെന്നും കുഫറാണെന്നും അങ്ങനെ ചെയ്യുന്നവൻ കാഫിറാണെന്നും അവനെ കൊല്ലൽ നിർബന്ധമാണെന്നും സുന്നത്താണെന്ന് പോലുമല്ല, അനുവദനീയമാണെന്നല്ല, നിർബന്ധമാണെന്ന് പച്ച മലയാളത്തിൽ എഴുതിവിട്ടവർ ഇവിടെ അറിവ് സമാധാനത്തിന് എന്ന പേരിൽ സമ്മേളനം നടത്തിയവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, വഹാബിസത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞാൽ അത് സമാധാനത്തിന് നല്ലതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇവരുടെ പ്രശ്നങ്ങളും ഇവരുടെ വിഷയങ്ങളും ഇവരുടെ ചർച്ചകളും ഉപകരിച്ചിട്ടുള്ളൂ. ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് കുബൂരികൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ച് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എപ്പോഴും ഖബറിന് ചുറ്റുമാണ്. നാടുകാണിയിൽ ഖബർ പൊളിക്കാൻ വേണ്ടി പോയത് അവരാണല്ലോ. അപ്പോ ഖബറിന് ചുറ്റും തവാഫും സഅയും ചെയ്തുകൊണ്ട് അത് പൊളിക്കാൻ പറ്റുമ്പോൾ വല്ല സന്ദർഭമുണ്ടോ, അല്ലെങ്കിൽ ഖബറാളികളെ കുറ്റം പറയാൻ വല്ല സന്ദർഭവുമുണ്ടോ എന്നൊക്കെ നോക്കി ഖബറുമായി ചുറ്റിത്തിരിയുന്ന ആളുകൾ എന്നർത്ഥത്തിൽ മുജാഹിദുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന മറ്റൊരു പേരാണ് ഖുബൂരികൾ എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം, ഇവിടെ സമ്മേളനം നടത്തിയ ആളുകളോട് വിനയത്തിന്റെ ഭാഷയിൽ രണ്ട് കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്നെന്താണെന്നറിയുമോ? നിങ്ങളുടെ സമ്മേളനം, ആ സമ്മേളനത്തിന്റെ ഇസ്ലാമികമായ വിധി എന്താണ് എന്ന്. അത് നിങ്ങൾക്ക് കൂലി കിട്ടുന്ന കാര്യമാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഈ സമ്മേളനത്തിന് നിങ്ങളൊരു കവാടം വെച്ചുവല്ലോ, അവിടെ ആ കവാടം വെച്ചതിന് നിങ്ങൾക്ക് കൂലി കിട്ടുമോ? നിങ്ങൾ ആ സമ്മേളനത്തിന്റെ പേരിൽ ഒരുപാട് പോസ്റ്ററുകൾ ഒട്ടിച്ചുവല്ലോ, ആ പോസ്റ്ററുകൾ ഒട്ടിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് കൂലി കിട്ടുമോ? നിങ്ങൾ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി ഇവിടെ ഒരുപാട് മാമാങ്കം നടത്തിയല്ലോ, അതിന് നിങ്ങൾക്ക് കൂലി കിട്ടുമോ? ഇതാണ് എനിക്കറിയേണ്ടത്. കൂലി കിട്ടുമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ, കൂലി കിട്ടുന്ന കാര്യങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം വേണമെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ. നബിദിനം കഴിച്ചോ, അള്ളാന്റെ റസൂൽ നബിദിനം കഴിച്ചോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു മീലാദ് നബി കൊണ്ടാടിയോ, ഉമർ റളിയല്ലാഹു അൻഹു എത്ര പോത്തിനെ അറുത്തു എന്നൊക്കെ ചോദിക്കാറില്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സമ്മേളനം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല പ്രബോധകനായിരുന്നുവല്ലോ, എന്നിട്ട് ആ പ്രബോധകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഒന്ന്, വാർഷിക സമ്മേളനമാണ്. ഓരോ വർഷത്തിലും നിങ്ങൾ സമ്മേളനം നടത്തുകയാണ്. സമ്മേളനം നടത്തിയതിന് തെളിവുണ്ടോ? നോട്ടീസ് ഒട്ടിച്ചതിന് തെളിവുണ്ടോ? ഗേറ്റ് വെച്ചതിന് തെളിവുണ്ടോ? അതൊക്കെ ദീനീ കാര്യങ്ങളല്ലല്ലോ. പിന്നെ എന്താ ദീനീ കാര്യങ്ങളാണോ? ദീനീ കാര്യങ്ങളല്ല, കൂലി കിട്ടാത്ത കാര്യങ്ങളാണോ? ഇതൊന്നും കൂലി കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നത് ഇവിടെ പരിസരങ്ങളിലുള്ള കിണറുകൾ മലിനമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അല്ല, എന്റെ ചോദ്യം, നിങ്ങൾ നോട്ടീസ് ഒട്ടിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഏത് സംഘടനയുടെ പേരിലാകുന്നു സമ്മേളനം നടത്തിയത്? എത്ര സംഘടനകൾ അല്ലാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നു? എത്ര വാർഷികങ്ങളാണ് അവിടുന്ന് നടത്തിയത്? ഇതിനൊന്നും മറുപടി പറയാതെ നാളെ പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നടത്തുമ്പോ അവിടെ നിങ്ങൾ കാണും പെണ്ണും കൂടി കൂത്താടുന്നതിന് തെളിവ് വേണ്ടവല്ലേ? അതിന് തെളിവ് വേണ്ട. അതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യം വേണ്ട, തിരുനബിയുടെ പാരമ്പര്യം വേണ്ട, സ്വഹാബത്തിന്റെ പാരമ്പര്യം വേണ്ട. മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുവാൻ, അവിടുത്തെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുവാൻ ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്, എന്ത്? സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ, സ്വലാത്ത് ചൊല്ലണമെന്ന്. എന്താ സ്വലാത്തിന്റെ അർത്ഥം? ഇമാം ബുഖാരി വിശദീകരിച്ചു, അസ്സനാ, അത് സ്തുതി പറയലാകുന്നു, അത് മദ്ഹ് പറയലാകുന്നു. അപ്പൊ മദ്ഹ് പറയാമെന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹൂ, അങ്ങ് ഫദ്ല് കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഫദ്ല് കൊണ്ട് സന്തോഷിക്കാൻ ഖുർആൻ പറയുന്നു.
ഫضല് കൊണ്ട് സന്തോഷിക്കാൻ ഖുർആൻ പറയുന്നു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എത്രയാ മദ്ഹുകൾ പാടിയത് പറഞ്ഞത്, കയ്യും കണക്കുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറുത്തു കൊടുത്തത് ഇല്ലേ? ഹദീസിന്റെ കിതാബിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്നിട്ടും അവർ ചോദിക്കുന്നു റസൂലുള്ളാഹിന്റെ പാരമ്പര്യമുണ്ടോ? എന്നിട്ട് ഇത് ചോദിക്കുന്ന ആളുകൾക്ക് ഇവിടെ സമ്മേളനം നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് തെളിവുണ്ടോ പറയുവാൻ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ പാരമ്പര്യം ഉദ്ധരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമതായി ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ അറിയോ? അല്ല, നിങ്ങൾ ഇവിടെ ഒരു ജുമുഅ നടത്തിയല്ലോ, ആ ജുമുഅയുടെ ഇസ്ലാമിക കാഴ്ചപ്പാടെന്താണ്? ആ ജുമുഅയുടെ ഇസ്ലാമിക കാഴ്ചപ്പാടെന്താണ്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവരുടെ കരളിലേക്കായി ഞാൻ ഈ ചോദ്യം എറിയുന്നു. നിങ്ങൾ ളുഹ്ർ മടക്കി നിസ്കരിക്കേണ്ടി വരുമല്ലോ. എന്താ കാര്യം? നിങ്ങൾ ളുഹ്ർ നിസ്കരിച്ചത്, ജുമുഅ നിസ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന, സ്വഹാബികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുവാൻ വേണ്ടി മൗലിദ് ആഘോഷിക്കുന്നതിനെതിരെ എല്ലാ നിലക്കുമുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന നിങ്ങൾ, എന്നാൽ നിങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മൗലിദ് പറയുമ്പോ നിങ്ങൾക്ക് ബേജാറാ, നിങ്ങൾക്ക് പ്രശ്നങ്ങളാ. എന്നാൽ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ജുമുഅ നടത്തിയതിന് തെളിവുണ്ടോ ചരിത്രത്തിൽ? എന്റെ കയ്യിലുള്ളത് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന് പറയുന്ന പുസ്തകമാ. ഈ പുസ്തകത്തിൽ പറയുന്നത് കണ്ടോ? യാത്രക്കാരുടെ ജുമുഅ നിസ്കാരം. ഇവര് മുജാഹിദുകൾ ഇറക്കിയ പുസ്തക, മുജാഹിദിന്റെ ഔദ്യോഗിക നേതാവ് MI മുഹമ്മദ് അലി സുല്ലമി ഇറക്കിയ പുസ്തകമാ. ആ പുസ്തകത്തിൽ വായിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മിക്കവാറും സമ്മേളനങ്ങളോടനുബന്ധിച്ച് ജുമുഅ നിസ്കാരം നിർവഹിക്കുന്നത് സർവ്വസാധാരണമാണ്. നമ്മുടെ മഹല്ലോ പള്ളിയോ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സമ്മേളനത്തിനെത്തിയവരെ സംഘടിപ്പിച്ച് നാം ജുമുഅ നടത്തുന്നു. ഏറ്റവും ഒടുവിലായി നടന്ന പിലാത്തറ സമ്മേളനം ഇതിന് ഉദാഹരണമാണ്. പിലാത്തറ സമ്മേളനത്തിന് ശേഷം സമ്മേളനം നടന്നിട്ടുണ്ട്, പക്ഷെ അതിനു മുമ്പ് എഴുതിയ പുസ്തകമാണിത്. എന്നിട്ട് ഈ നിസ്കാരത്തെക്കുറിച്ച് ഈ പുസ്തകത്തിന്റെ അടുത്ത പേജിൽ പറയുന്നു, യാത്രക്കാർ സംഘടിച്ചുകൊണ്ട് ജുമുഅ നിസ്കരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയില്ലെന്നു മാത്രമല്ല. ഇവിടെ രണ്ടത്താണിക്കാരല്ലല്ലോ ഇവിടെ ജുമുഅ നിസ്കരിച്ചത്, രണ്ടത്താണിക്കാർക്ക് രണ്ടത്താണിയിൽ പള്ളിയുണ്ട്. പിന്നെ ഇവിടെ ജുമുഅ നിസ്കരിച്ചതാരാ? യാത്രക്കാരായ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിന് വേണ്ടി ഇവിടെ വന്നവരായ ആളുകളാണ്. അവർക്ക് സംഘടിച്ചുകൊണ്ട് ജുമുഅ നിസ്കരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയില്ലെന്നു മാത്രമല്ല, അത് ഇജ്മാഇന് വിരുദ്ധം കൂടിയാണ് എന്ന് 1233 നിര്യാതനായ സുലൈമാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രസ്താവിക്കുന്നു. നോക്കൂ നിങ്ങൾ, മുജാഹിദിന്റെ നേതാവാ പറഞ്ഞത് ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയില്ല. അതുപോലെ തന്നെ ഇത് ഇജ്മാഇന് വിരുദ്ധമാണ്. അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ പോലും ജുമുഅ നിർവഹിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോഴത്തെ അറഫാ ദിനം വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹുറും അസ്റും ഒരുമിച്ച് ജംആയി നിസ്കരിക്കുകയാണ് ചെയ്തത്, ജുമുഅ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഖുലഫാഉർ റാഷിദയും മറ്റു സഹാബികളും വെള്ളിയാഴ്ചകളിൽ യാത്രയിലാവാറുണ്ടായിരുന്നു. അവരാരും യാത്രയിൽ ജുമുഅ നിസ്കരിച്ചിട്ടില്ല. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യമില്ലാത്ത, സ്വഹാബികളുടെ പാരമ്പര്യമില്ലാത്ത, ഇജ്മാഇന് വിരുദ്ധമായ യാത്രക്കാരുടെ സംഘടിച്ചുള്ള ജുമുഅ നിസ്കാരം, നിങ്ങളുടെ പുസ്തകം തന്നെ പറഞ്ഞ ജുമുഅ നിസ്കാരം നിർവഹിച്ചതിന് ഏത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തെളിവുണ്ടാക്കിയത്? പറയണം നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാതൃകയില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ സ്വഹാബികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജുമുഅ നിസ്കരിച്ചതിന് തെളിവ്. നാട്ടുകാരാണല്ലോ ജുമുഅ നിർവഹിക്കേണ്ടത്. നിങ്ങൾ ജുമുഅ അത് അസ്ഥാനത്താകുന്നു, യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ കാര്യമായിട്ട് ഒരാൾ പറഞ്ഞൊരു വിഷയം ലാത്തി ഉസ്യ ഔലിയാക്കന്മാരാണെന്ന്. ഇവർക്ക് വഹാബികൾക്ക് ഈ മക്കാ മുശ്രിക്കുകളോട് ഭയങ്കര സ്നേഹം. മക്കാ മുശ്രിക്കുകളും വഹാബികളും തമ്മിൽ ഞാനിങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഒരു 10 കാര്യത്തിൽ അവർ തമ്മിൽ സാദൃശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തന്നെ അതിൽപ്പെട്ട ഒന്നാണ് ലാത്തയും ഉസ്സയും മഹാന്മാരാക്കി ചിത്രീകരിക്കുക. അത് മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമാണെന്ന് യാതൊരു സംശയമില്ലല്ലോ.
അതിൽപ്പെട്ടതാണ് ലാത്ത മഹാനായിരുന്നു. മഹാനായിരുന്നു, ലാത്ത വെള്ളം കൊടുക്കാറുണ്ടായിരുന്നു. വെള്ളം കൊടുക്കുന്നവരൊക്കെ മഹാന്മാരാവൂ? ഇപ്പൊ ഔലിയാക്കളായിരുന്നു എന്ന രൂപത്തിലാണ് എന്നാണ് അവരുടെ ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഇവരുടെ ഇടങ്ങാറാകുന്ന മാത്രമേ മക്കാ മുശ്രിക്കുകൾ അള്ളാഹനെ വിളിക്കാറുള്ളൂ. ഇടങ്ങാറാകുന്ന സമയത്ത് മാത്രം. ഇവരും അങ്ങനെ തന്നെയാണ്. കാരണം കടലിൽ മുങ്ങാൻ പോകുന്ന സമയത്താണ് അള്ളാഹനെ വിളിക്കുക. കാര്യകാരണ ബന്ധങ്ങൾ മുറിയുന്ന സമയത്ത് മാത്രമാണ് അള്ളാഹുവിനെ വിളിക്കുക. അത് മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അത് നമ്മളെ മുജാഹിദുകളുടെയും സ്വഭാവമാണ്. മൂന്നാമത് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും എന്നാണ് ഇവിടെ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അതുകൊണ്ടാണല്ലോ ആരാണ് ദ്രവിച്ചു പോയ എല്ലുകളെ ജീവിപ്പിക്കുക എന്ന് ദ്രവിച്ചുപോയ എല്ലുകളെ ജീവിപ്പിക്കൽ ആരാണ് എന്ന് അവരാണ് ചോദിച്ചത്. കാരണം മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്ന ഈ മരിച്ചുപോയവരെ വിളിക്കാൻ പാടില്ല, അവരുടെ അടുക്കൽ പോകാൻ പാടില്ല, അവരെ സന്ദർശിക്കാൻ പാടില്ല, അവർക്ക് സലാം പറയാൻ പാടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള അവർ കേൾക്കൂല, അവർ കാണൂല, അവരറിയൂല തുടങ്ങിയ വാദങ്ങൾ മക്കാ മുശ്രിക്കുകളുടെ വാദങ്ങളുമായി അതിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് സൃഷ്ടിയുടെ ഗുണങ്ങൾ നൽകുക. മക്കാ മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹ്ക്ക് കയ്യും കാലുണ്ടെന്ന് വിശ്വസിച്ചു. അതേപോലെ തന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ ഒരു ചെറിയ അംശം, അത് അതുപോലെ എന്ന് ഞാൻ പറയുന്നില്ല, അത് ഇവർക്കുമുണ്ട്. കാരണം എന്താ? ഇവർക്കാണല്ലോ അള്ളാഹുവിന് ചിലപ്പോ വലത്തേ കൈ, ചിലപ്പോ ഇടത്തേ കൈ, ചിലപ്പോ ഇടത്തേ കൈ ഉണ്ടാവില്ല, വലത്ത് രണ്ട് കൈ, ഇങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. നാലാമത്തെ പോയിന്റ് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനായി അവിടുത്തെ പരിഹസിക്കുക, അവിടുത്തെ കുറ്റം പറയുക, ഇങ്ങനെ ഒരു സ്വഭാവം മക്കാ മുശ്രിക്കുണ്ടല്ലോ. ഏത് മുശ്രിക്കുനുണ്ടായിരുന്നു? വന്നവരൊക്കെ പറഞ്ഞത് ഇതൊക്കെ നമ്മളെ പോലത്തെ ഒരു മനുഷ്യനല്ലേ എന്ന്. അത് മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്, എല്ലാ മുശ്രിക്കുകളുടെയും സ്വഭാവമാണ്. അള്ളാഹുവിന്റെ റസൂലിന് പരമ്പരയില്ല എന്ന് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട്. തങ്ങന്മാരെന്ന് പറയുന്ന ഒരു വർഗം തന്നെ ഇല്ല, ഒരു വിഭാഗം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് പരമ്പരയില്ലാന്ന്. ഇത് മക്കാ മുശ്രിക്ക് പറഞ്ഞതാ. നബിയെ, അങ്ങയെ കുറിച്ച് കുറ്റം പറയുന്ന അവനാണ് പരമ്പരയില്ലാത്തവൻ എന്ന് അതിന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മറുപടി പറഞ്ഞു. പരമ്പരയില്ലാത്തവൻ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവൻ ആരാകുന്നു? അത് മക്കാ മുശ്രിക്കാകുന്നു. അതുപോലെ ഇവർക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു സംഗതിയാണ് എന്ത്? ദിക്ർ. ദിക്റിന് മക്കാ മുശ്രിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടാൽ തന്നെ അവർക്ക് കിബ്ര. അപ്പോ അതുപോലെ തന്നെ ഖുർആൻ വിരോധം. ദിക്ർ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പിരാന്ത് പിടിക്കും. ആർക്ക്? മക്കാ മുശ്രിക്കിന്. ഇവർക്കും അങ്ങനെ തന്നെ. നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല, മയ്യിത്തുണ്ടോമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റൂല, ദിക്റാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റൂല. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നവർക്ക് തീരെ ഇഷ്ടമല്ല. അതുപോലെ ഖുർആനോടുള്ള ദേഷ്യം. ഖുർആനെ പറ്റി എന്തൊക്കെ തോന്നിയാസങ്ങൾ അവർ പറഞ്ഞു. ഖുർആനൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയപ്പോ നേരെ അവിടുത്തെ ചെവിക്കാണ് അടിച്ചത്, അവിടുത്തെ ചോരയൊലിച്ചു. ഖുർആൻ മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല, അതുപോലെ തന്നെ ഖുർആൻ മജ്ലിസുകൾ ഉണ്ടാക്കാൻ പാടില്ല, ഖുർആൻ ഖത്മ് തീർക്കാൻ പാടില്ല, ഒക്കെ പ്രശ്ന. രണ്ടാൾക്കാർ കൂടി ഒരു ഖുർആൻ ഖത്മാണ് എന്ന് പറയുമ്പോഴേക്ക് അവർക്ക് പിരാന്ത് പിടിക്കും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളിലും മക്കാ മുശ്രിക്കുകളും തമ്മിൽ യോജിപ്പാ. അതുകൊണ്ട് ലാത്തനെ ഉസ്സനെ ഒന്നും വിളിക്കാൻ പറ്റൂല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തമായ സംഗതിയാ. കാരണം മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു. പിന്നെ ഇവർ നമ്മളെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി പല അടവുകളും സ്വീകരിക്കും. ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചത് ലാത്തനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കേണ്ടതുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا وشفيعنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العظيم. قال النبي صلى الله عليه وسلم من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل بدعة ضلالة صدق رسول الله صلى الله عليه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമാദരണീയനായ
ഉസ്താദുമാരുടെ സാന്നിധ്യം നൽകുന്ന കരുത്തുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. ഈ കേരളത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് നേരിട്ട് ഏറ്റെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്നത് സന്തോഷദായകമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ ലോകത്ത് വ്യത്യസ്ത പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും നിലനിൽക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാം ഏത് എന്നത് സംബന്ധിച്ച ആശങ്ക ചില ആളുകൾക്കെങ്കിലുമുണ്ട്. നിങ്ങളും പറയുന്നത് ഖുർആനാണ്, അവരും ഓതുന്നത് ഖുർആനാണ്, നിങ്ങളുടെയും പ്രമാണം സുന്നത്താണ്, അപ്പുറത്തുള്ളവന്റെ പ്രമാണവും സുന്നത്താണ്, ഞങ്ങൾ ഏത് സ്വീകരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആശങ്കകൾ തീർത്തും അസ്ഥാനത്താണ് എന്നതാണ് വസ്തുത. കാരണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ് എന്ന് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശയലേശമന്യേ ഈ സമുദായത്തെ തെര്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ബനൂ ഇസ്രായേൽ വിഭാഗം 72 ഗ്രൂപ്പുകളായി പിരിഞ്ഞുവെങ്കിൽ എന്റെ ജനത 73 വിഭാഗമായി പിരിയും. അവരത്രയും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാരഥന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരോട് ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വഹാബ റളിയല്ലാഹു അൻഹും ചോദിക്കുന്നത് വമൻ ഹിയ യാ റസൂലല്ലാഹ്, സ്വർഗാവകാശികളായിട്ടുള്ള വിഭാഗം ഏതാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തി, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും പിന്തുടരുന്ന, ഞങ്ങൾ ചരിച്ചുകൊണ്ടിരിക്കുന്ന ചര്യയേതോ, സ്വീകരിച്ചിട്ടുള്ള മാർഗമേതോ ആ മാർഗത്തിലൂടെ ചരിക്കുന്നവരാണ്, അവരാണ് സ്വർഗം പുൽകാൻ ഭാഗ്യം ലഭിക്കുന്ന വിഭാഗമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? മുജാഹിദുകൾക്ക് വരെ സ്വീകാര്യനായ ഇബ്നു തൈമിയ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാണ് എന്ന് വിശദീകരിച്ചു. സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ, ഈ സമുദായത്തിലെ ആദ്യ കാലഘട്ടക്കാരായ മഹാരഥന്മാരായ സ്വഹാബത്താണ്, അതേപോലെ തന്നെ ഇമാമുകളാണ്, അവരോട് നന്മയിൽ പിന്തുടർന്ന ആളുകളുമാണ്. സ്വഹാബത്തും അതേപോലെ തന്നെ അഇമ്മത്തും അവരെ പിന്തുടർന്ന ആളുകളുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുന്നത്ത് എന്ന് പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. അൽ ജമാഅ എന്ന് പറയുന്നത് സ്വഹാബത്താണ്. ആ നബിചര്യയും സ്വഹാബത്തിന്റെ മാർഗവും പിന്തുടർന്ന ആളുകളാണ്, അവരിലെ ഇമാമുമാരാണ്, അവരെ പിന്തുടർന്നവരാണ്, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് ഇബ്നു തൈമിയ പറയുന്നു. ഇബ്നു തൈമിയയെ സംബന്ധിച്ച് മുജാഹിദുകൾ തന്നെ പറയുന്നത്, ഇബ്നു തൈമിയ പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആൻ തെറ്റാണെന്ന് പറയുന്നതിന് സമാനമാണ് എന്നാണ്. അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ പിന്തുടരുക വഴി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിന്തുടരുക വഴി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുമെന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാരഥന്മാരായ സ്വഹാബത്താണ് കേരളീയ സമൂഹത്തിന് ഇസ്ലാമിനെ കൈമാറി തന്നത്. ഖുലഫാഉർ റാഷിദിന്റെ കാലത്തെങ്കിലും സ്വഹാബത്ത് കേരളത്തിലെത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായാന്തരമില്ല. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ട് കേട്ട് പഠിച്ച ഇസ്ലാമാണ് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും നേരിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നത്. അവർ ഭൗതികമായ യാതൊരു താല്പര്യങ്ങളുമില്ലാതെയാണ്
ഇസ്ലാമിക ദഅവത്തുമായി കേരളം ഉൾപ്പെടെയുള്ള വിവിധ ദേശങ്ങളിലേക്ക് പോയത്. കാരണം അവർക്ക് പ്രചോദനമായത് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഓഫറാണ്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് യമനിലെ ഗവർണറായി നിയുക്തനാകാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്ത് നിന്ന് പോകാൻ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് താല്പര്യമില്ല. കാരണം അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി നിൽക്കാൻ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മുത്തുമണികൾ ശേഖരിക്കാൻ ലഭിക്കുന്ന സന്ദർഭം വിനഷ്ടമാകുമല്ലോ എന്നാണ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആശങ്ക. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, യാ മുആദ് ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദേ, നീ കാരണം ഒരാളെങ്കിലും നിർമാർഗത്തിലാകുന്നുവെങ്കിൽ അതാണ് ഈ ഭൗതിക ലോകം അതിലുള്ള സകലത്തെക്കാളും നിനക്ക് ഉത്തമമായിട്ടുള്ളത്. ഈ ഓഫർ ഏറ്റെടുക്കുവാനും അത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ആ അടങ്ങാത്ത വാഞ്ചയോടുകൂടിയാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക ദഅവത്തുമായി പോകുന്നത്. കേരളത്തിലെത്തിയ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നത്തെ പോലെ യന്ത്രവൽകൃതമായ കപ്പലുകളില്ല, മറ്റു സംവിധാനങ്ങളില്ല. ഇവിടെ ആർത്തലച്ചു വരുന്ന തിരമാലകളോട് മല്ലടിച്ചുകൊണ്ട് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും കേരളത്തിലെത്തി. ആ കേരളത്തിലെത്തിയ സ്വഹാബത്ത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഒട്ടനേകം പള്ളികൾ സ്ഥാപിച്ചു. ഞാൻ ഇതാമുഖമായി സൂചിപ്പിക്കുന്നത്, കേരളീയ മുസ്ലിമീങ്ങൾ ഇന്നും അവരുടെ പള്ളികളിൽ സ്വീകരിച്ചു വരുന്ന, അവരാചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ പിൻബലം എവിടെയാണ് അതിന്റെ അടിത്തറ എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അതേ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും നബിത്തങ്ങളിൽ നിന്ന് നേരിട്ട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബത്ത് അത് അപ്പടി വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നമ്മുടെ മുന്നിൽ നേരിട്ട് ഏൽപ്പിച്ചു തന്നതാണ്. നിങ്ങൾ നോക്കണം, ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ ആരാധന നിർവഹിക്കാൻ വേണ്ടി പോകുന്ന പള്ളികളിലെത്രയും ജുമുഅക്ക് 2 ബാങ്കുണ്ട് എങ്കിൽ, ജുമുഅക്ക് മുമ്പ് 2 ബാങ്കുണ്ട് എങ്കിൽ അതിന്റെ പിൻബലം ഏതാണ്? എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെയുള്ള വഹാബികൾ ഉൾപ്പെടെയുള്ളവർ, മൗദൂദികളും എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും 2 ബാങ്ക് ബിദ്അത്താണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ബിദ്അത്താണോ അഥവാ ആക്ഷേപാർഹമായ ബിദ്അത്താണോ? ഞാൻ തുടക്കത്തിൽ ഒരു ഹദീസ് ഓതിയിരുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മഹാന്മാരായ സ്വഹാബത്തെ കിറാമിന് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ആ ഉപദേശം കേട്ടിട്ട് മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹൃദയം പിടക്കുകയാണ്. പലരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഇറ്റിറ്റി വീഴുകയാണ്. ആ സന്ദർഭത്തിൽ മഹാന്മാരായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ല ഹബീബേ, ഇതൊരു യാത്ര ചോദിക്കുന്നയാളുടെ പ്രസംഗം പോലെയുണ്ടല്ലോ, ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, അങ്ങ് ഞങ്ങളോട് ഉപദേശിക്കുക. ആ സന്ദർഭം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ അധികാരമേൽപ്പിക്കപ്പെട്ട ആളുകളെ അംഗീകരിക്കണം. അവൻ എത്യോപ്യനായ ഒരു അടിമയാണെങ്കിൽ പോലും നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ ഇമാറത്തേൽപ്പിക്കപ്പെട്ടയാളെ അംഗീകരിക്കണം എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കതീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായാന്തരങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം, വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന, ആ ഖുലഫാഉർ റാഷിദീന്റെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ദുന്നൂറൈൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദുകൾ
ആ ഖുലഫാ റാഷിദിന്റെ ചര്യ മുറുകെ പിടിക്കണമേ എന്ന്. മാത്രമല്ല അള്ളു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങളെ അണപ്പല്ലുകൾ കൊണ്ട് മറ്റാർക്കും തട്ടിയെടുക്കാനാകാത്ത വിധം അതിനെ ഭദ്രമായി കടിച്ചു പിടിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത് 2 ബാങ്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ അവരുടെ പള്ളികളിൽ സ്വീകരിച്ചു വരുന്നുവെങ്കിൽ, ആചരിച്ചു വരുന്നുവെങ്കിൽ ഇതിന്റെ പിൻബലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്റെ ചര്യ മുറുകെ പിടിക്കണം, എന്റെ സ്വഹാബത്ത്, എന്റെ ഖുലഫാ ഉർ റാഷിദിന്റെ ചര്യ മുറുകെ പിടിക്കണം. അതേ ഖുലഫാ ഉർ റാഷിദുകളിൽ 3-ാമനായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ രണ്ടാമതൊരു ബാങ്ക് കൂടി, നേരത്തെ ഉള്ള ബാങ്കിന് പുറമെ ജനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ രണ്ടാമതൊരു ബാങ്ക് നടപ്പാക്കുന്നത്. ആ കാലഘട്ടത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് അതിനെ എതിർത്തിട്ടില്ല. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത് ഫസബത്തൽ അംറു അലാ ദാലിക്, കാര്യം അമ്മട്ടിൽ സ്ഥിരപ്പെട്ടു എന്നാണ്. അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകഖണ്ഡമായി അത് സ്വഹാബത്തിനാൽ അംഗീകരിക്കപ്പെട്ടു, അത് സ്ഥിരപ്പെട്ടു, മുസ്ലിം ലോകത്ത് അത് സ്ഥിരപ്രതിഷ്ഠ നേടി എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്റെ ഖുലഫാ ഉർ റാഷിദിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണമെന്നാണ്. സ്വർഗാവകാശികൾ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും പിന്തുടരുന്ന മാർഗം പിന്തുടരുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, സ്വർഗ്ഗത്തിൽ പോണോ സ്വഹാബത്തിനെ പിന്തുടരണം, ഖുലഫാ ഉർ റാഷിദിന്റെ ചര്യ പിന്തുടരണം. ഇവിടുത്തെ വഹാബികൾ പറയുന്നു അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവര് പറയുന്നു ഞങ്ങൾ സലഫികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങ് അകലെ നിന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബിദ്അത്തിന്റെ ആശയങ്ങളിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ് എങ്കിൽ ഇന്നത്തെ ജുമുഅക്കും മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും 2 ബാങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ വഹാബികൾക്ക് അത് സ്വീകരിച്ചുകൂടാ? ഇത് പുതിയതായി ആരംഭിച്ചതാണ്. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ആരംഭിച്ചതാണ്, പുതിയതായി തുടങ്ങിയതാണെന്നാണ് വാദമെങ്കിൽ അത് തുടങ്ങിയത് എന്നു മുതൽക്ക് അതേ മഹാന്മാരായ സ്വഹാബത്തെ കിറാമിന്റെ കാലഘട്ടത്തിൽ. സ്വർഗം കാക്ഷിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ചോദിക്കുവാനുള്ളത്, നമുക്ക് ഈ മഹാരഥന്മാരെ പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുവെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കണമോ? ഈ മുർച്ചുത്തി മൗലവിമാരെ അംഗീകരിക്കണമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ രംഗപ്രവേശം. നാടൊട്ടുക്കും സ്ത്രീകളെ ഒന്നിച്ച് ഇറക്കി വിടുകയാണ്. ജുമുഅ ജമാഅത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്ത്രീകളെ ഒന്നിച്ചിറക്കുകയാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങി കഴിഞ്ഞുകൊള്ളുക, ജാഹിലിയ കാലഘട്ടത്തിലേതുപോലെ അഴിഞ്ഞാടി നടക്കരുത് എന്ന വിശുദ്ധമായ ഖുർആനിന്റെ ശാസന നിലനിൽക്കുമ്പോൾ, ആ ശാസന നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കണമെന്ന് പറയുന്നവർ വീടുകളിൽ നിന്ന് സ്ത്രീകളെ ഒന്നിച്ച് ആട്ടിത്തൊളിച്ചിറക്കിയിരിക്കുകയാണ്. വണ്ടി കയറ്റിയിട്ട് ആണും പെണ്ണും ഒന്നിച്ച്, ഇഖ്തിലാത്തൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിച്ച് സമ്മേളന നഗരിയിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്, സ്ത്രീകളെ ഇമ്മട്ടിൽ പുറത്തിറക്കുന്നതിന് ഏത് പ്രമാണമാണ് നിങ്ങൾക്ക് പിൻബലമായിട്ടുള്ളത്? വീടുകളിൽ ശാന്തമായി ഒതുങ്ങിക്കൂടി ഇശാ മഗ്രിബിനിടയിൽ ഖുർആൻ ഓതുകയും മൗലിദ് പാരായണം ചെയ്യുകയും മഹാന്മാരെ സ്മരിക്കുകയും അവരവരുടെ മക്കൾക്ക് പഠിച്ചതോതാൻ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന പെണ്ണുങ്ങളെ ഇശാ മഗ്രിബിനിടയിൽ പോലും അങ്ങാടിയിലൂടെ തെളിച്ചു നടത്തുന്ന ഈ സംസ്കാരം ഈ സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് വഹാബികളാണ്. ഓർമ്മപ്പെടുത്തുന്നത്, സമ്മേളനത്തിൽ ആണ് പെണ്ണു ഒന്നിച്ചു വന്നു. സ്റ്റുഡൻസിന്റെ സമ്മേളനം മാത്രമേ നടക്കുന്നത്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് സമ്മേളനം നടത്തിയത് തലയിൽ ഒരൊറ്റ ഏഴ പോലും ഇനി നരക്കാൻ ബാക്കിയില്ലാത്ത ആളുകളാണ്. മുന്നിലിരിക്കാനും വേദിയിലിരിക്കാനും ഒക്കെ ഇവര് തന്നെയാ. ഇവിടെ സമ്മേളനം നടത്തി 3 ദിവസം ഒന്ന് പോയി നോക്കാമായിരുന്നു സ്റ്റുഡൻസ്. പിന്നെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പിഞ്ചു വൈദങ്ങളെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് എടാ ഔലുമിൽക്ക് വാങ്ങിത്തരാന്നും പറഞ്ഞ് സമ്മേളനത്തിന് കൊടുക്കുന്ന കുറെ കുട്ടികളുണ്ട്, സാധുക്കൾ വന്നിട്ട്. പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, കൂട്ടുകാർ വിളിച്ചപ്പോ വന്നതാണ്. അവർക്ക് ഔലുമിൽക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എവിടുന്നാ വാങ്ങിച്ചു കൊടുത്തേ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
കൂട്ടുകാരാവും വിളിക്കുമ്പോ എങ്ങനെ, ആ ഹാജിയാര് പറയുമ്പോ എങ്ങനെ, ആ മാഷ് പറയുമ്പോ എങ്ങനെ, എന്റെ മോനെ വിടാതിരിക്കാൻ ചിന്തിക്കുന്ന സാധാരണക്കാരുണ്ടെങ്കിൽ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നാളെ ഖബറാകുന്ന ആ ഇരുട്ടറയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ സമീപം വന്നൊരു ഫാത്തിഹ ഓതാൻ പോലും മനസ്സ് വരാത്ത മക്കളെ സൃഷ്ടിച്ചു വിട്ടേക്കരുത്. ഈ രൂപത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട വേദികളിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ജീവൻ പോയാൽ ചേമ്പിന്റെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടുന്ന സംസ്കാരമുള്ള മക്കളാണ് വളർന്നു വരിക. അത് നന്നായിട്ട് ഓർക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞത്, സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ പെണ്ണുങ്ങൾ ജുമുഅക്ക് വരുന്നില്ല, സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യൽ കമ്പാർട്ട്മെന്റ് ഇല്ല. കാരണം ഈ സ്വഹാബത്ത് ദീൻ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. സ്വഹാബി വനിതയായ ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട്, നബിയെ, അങ്ങയോടൊപ്പം മസ്ജിദുൻ നബവിയിൽ വന്ന് നിസ്കരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നാ പറയുന്നത്. ആരാണ് അവിടെ ഇമാമത്ത് നിൽക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരാണ് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാരായ സ്വഹാബത്താണ്. അവരൊക്കെ നിസ്കരിക്കുന്ന പള്ളിയിൽ ഇതര പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ പുണ്യമുള്ള മസ്ജിദുൻ നബവിയിൽ വന്ന് നിസ്കരിക്കാൻ പെർമിഷൻ ചോദിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന മറുപടി, അലിംതു അന്നകി തുഹിബ്ബീനി സ്വലാത്ത് മഈ. പെണ്ണേ, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, നിനക്ക് മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിന്റെ ജനതയുടെ, നിന്റെ കൗമിന്റെ പള്ളിയാണ്, അതിനേക്കാളേറെ നിന്റെ വീടാണ്, നിന്റെ വീടിനേക്കാളേറെ ഒരു റൂമാണ്, ആ റൂമിനേക്കാൾ നിനക്കല്ലാതെ മറ്റാർക്കും എൻട്രി ഇല്ലാത്ത, സ്വകാര്യത വളരെ കൃത്യമായി പാലിക്കാൻ സാധിക്കുന്ന റൂമിനകത്താണെന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി, സ്വസ്ഥമായി, സുരക്ഷിതമായി ഇബാദത്ത് നിർവഹിക്കുവാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞ ധിക്കരിക്കുന്നവരല്ല സ്വഹാബ റളിയല്ലാഹു അൻഹും. അവർ പെണ്ണുങ്ങളെ പള്ളി പറഞ്ഞയച്ചില്ല. സ്വഹാബത്ത് കേരളത്തിൽ സ്ഥാപിച്ച പള്ളികളിൽ അവർ സ്ത്രീകൾക്ക് കമ്പാർട്ട്മെന്റ് ഒരുക്കിയില്ല. ഇവർ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മുന്നിൽ പുരുഷന്മാർ, അതിന് തൊട്ടുപിന്നിൽ കുട്ടികൾ, അതിന് പുറകിലായി പെണ്ണുങ്ങൾ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും വഹാബികൾ പരിസരത്തെങ്ങാനും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പള്ളികളിൽ ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? മുന്നിൽ പുരുഷന്മാരും മുതിർന്നവർ, അതിന് പുറകിൽ കുട്ടികൾ, പിന്നിലായി സ്ത്രീകൾ, ഇങ്ങനെ നിസ്കരിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ പള്ളികളിലുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകൾ പരിഷ്കരണവാദികളും നവോത്ഥാനത്തിന്റെ വക്താക്കളുമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ വിദ്യാസമ്പന്നരായ ആളുകൾ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ, സ്ത്രീകൾക്ക് മുജാഹിദുകളുടെ പള്ളികളിൽ ഇടമനുവദിച്ചത് എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പെണ്ണുങ്ങളെ പള്ളിയിൽ, എന്തിനേറെ പാവപ്പെട്ട പെണ്ണിന്റെ പോലും സംഭാവന സ്വീകരിച്ച് നിർമ്മിച്ച പള്ളിയിൽ പെണ്ണിന് പള്ളിയുടെ അകത്തളത്തിൽ പ്രവേശനമില്ല. ഒന്നാം സൊഫിലിരിക്കാൻ അനുവാദമില്ല. ഔത്തപ്പള്ളി പോയിട്ടെ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ പെർമിഷൻ ഇല്ല. ചെരുവിലെ കാലികളെ കെട്ടാൻ പാകത്തിൽ ഉണ്ടാക്കിയ തൊഴുത്തിനകത്താണ് ഈ പാവം പെണ്ണുങ്ങളെ കൊണ്ടുപോയി തിളക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, ഇത്രമാത്രം അപമാനിതരായിക്കൊണ്ട് ഇവന്മാരുടെ പുറകെ എന്തിന് നിങ്ങൾ പോകണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങാതെ തന്നെ, വീട്ടിനകത്തിരുന്നാൽ തന്നെ പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ പുണ്യം ലഭിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ, ഈ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഖൈർ എന്ന് പഠിപ്പിച്ച, ഖൈർ ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞ് ഈ ആണുങ്ങളെ സുഖിപ്പിക്കാൻ എന്തിന് ഇറങ്ങിപ്പോകണമെന്ന് അല്ലാഹുവിനിൽ വിശ്വസിക്കുന്ന, ആഖിറത്തിൽ ഭയമുള്ള, അങ്ങകലെ നിന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ പറഞ്ഞത്, സ്വഹാബത്ത് പഠിപ്പിച്ച ദീനിൽ സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും പോകുന്ന ഏർപ്പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് ദീനിലേക്കാണ് ഇവർ ഈ മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകുന്നത്? അതേപോലെ തന്നെയാണ് ഖുതുബയുടെ ഭാഷ. സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബയില്ല. കാരണം സ്വഹാബത്ത് ദീൻ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസ്വല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ, അമ്മട്ടിൽ തന്നെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഖുതുബ അറബിയിൽ നിർവഹിച്ച് 2 റക്അത്ത് അറബിയിൽ നിസ്കരിച്ചുകൊണ്ടാണ് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. തിരിയാൻ വേണ്ടിയാണ്. പക്ഷേ ഇടക്കൊക്കെ ഇവർക്ക് ഇത് ആവശ്യമില്ലാതെ വരാറുണ്ട്. കാസർഗോട്ട് മടവൂരികളും
മൗലവി ഗ്രൂപ്പും തമ്മിൽ തല്ലുണ്ടായപ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അറബിയിൽ ഖുത്ബ നിർവഹിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചത്. കാരണം മലയാളത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഖുത്ബ നിർവഹിച്ചാൽ പാര ഉള്ളിൽ കൂടെ കുത്തുന്ന വർത്താനം പറയും. മനസ്സിലായില്ലേ? വീട്ടിനകത്ത് പലപ്പോഴും സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള അമ്മായിമ്മ മരുമകൾ പോരിനിടക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞെടുക്കുക ഒരു ഉള്ളൊരു അള്ളു വെക്കുന്ന ഏർപ്പാട്. ഇത് പേടിച്ചിട്ട് ഇത് പറഞ്ഞാൽ മടപൂരിയാണ് ഉത്തരവാദിത്തപ്പെടുന്നത്, ഉള്ളു കൂടെ കുത്തുന്ന വർത്താനം പറയും. അപ്പൊ മറ്റോന് നോവും, ചിലപ്പോൾ മിമ്പറിൽ നിന്ന് വലിച്ചിറക്കും, തല്ലുണ്ടാകും, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പണിയാകും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അറബിയിൽ ഖുത്ബ നിർവഹിക്കുക. ഈ മലയാളത്തിലുള്ള ഖുത്ബ കൊണ്ട് എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടായത്? ഗുരുവായൂർ ഇലക്ഷൻ കിടക്കുന്ന കാലത്ത് തൃശൂർ ജില്ലയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പള്ളിയിൽ തല്ലുണ്ടായത് കാരണം എന്താ? അവനവന്റെ രാഷ്ട്രീയ നിലപാട് പ്രസംഗിച്ചത് മിമ്പറിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ആരാധന നിർവഹിക്കുവാനുള്ള പവിത്രമായ വേദികളെ രാഷ്ട്രീയമായും ഗ്രൂപ്പ് വഴക്കിനു വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വൃത്തികെട്ട സംസ്കാരം ഈ സമുദായത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് വഹാബികൾ അല്ലെങ്കിൽ മൗദൂദികൾ ഉണ്ടാക്കിയ ദീനി സേവനമെന്ന് സാന്ദർഭികമായി മനസ്സിലാക്കണം. സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ അറബിയില്ലാത്ത ഭാഷയിൽ ഖുതുബയില്ല. 20-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ മട്ടാഞ്ചേരിയിലെ പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ആരംഭിക്കുന്നത്. അതുവരെ എവിടെയായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ? ആ മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് ഈ ശൈലി സ്വീകരിച്ചില്ല? കാരണം അവർ ദീൻ പഠിച്ചത് സ്വഹാബത്തിൽ നിന്നാണ്. സ്വഹാബത്ത് അത് പഠിപ്പിച്ചു കൊടുത്തില്ല. സ്വഹാബത്തിനെ പിൻപറ്റണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ പഠിപ്പിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 സന്ദർഭങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചു. ഒന്ന് അർദ്ധരാത്രിയിൽ, എല്ലാവരും അർദ്ധരാത്രിയിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് നിശയുടെ നിശബ്ദതയിൽ ആരുമാരുമില്ലാത്ത ഏകനായ ഇലാഹിൽ മാത്രം സകലതും അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിക്കും. മറ്റൊന്ന് 5 വക്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമാണ്. ഇത് 5 വക്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ അള്ളാഹു തട്ടിമാറ്റുകയില്ലെന്ന് പഠിപ്പിച്ചത് ഈ ദീൻ പഠിപ്പിക്കാൻ വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇങ്ങനെ ഒരു സമ്പ്രദായം, ഇങ്ങനെ ഒരു ആശയം സ്വഹാബത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചിട്ട് സ്വഹാബത്ത് അത് തള്ളിക്കളയുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ നമ്മൾ? അതേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ദുആ ഇറക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ ആ ദുആക്കും ഇജാബത്ത് ലഭിക്കാതിരിക്കുകയില്ല എന്ന ആശയം വരുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 2 സാധ്യതകൾ, 2 ഗോൾഡൻ ചാൻസുകൾ ഒത്തുവന്നിട്ട് 5 വക്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ദുആ ഇറക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ അത് തള്ളപ്പെടുകയില്ലെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കെ മഹാന്മാരായ സ്വഹാബത്ത് അത് ഒഴിവാക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മൗഢ്യം നമുക്ക് പാടുണ്ടോ? അതുകൊണ്ടാണ് സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ കേരളത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ 5 വക്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുന്നു. വഹാബികൾക്ക് അത് പാടില്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇവരുടെ നവോത്ഥാന നാട്യം, പരിഷ്കരണ പ്രവർത്തനം ഈ സമുദായത്തിന്റെ ഏകോപനം തകർക്കുക എന്നതല്ലാതെ ഇവർ ഈ സമുദായത്തിന് എന്താ സമ്മാനിച്ചത്? മുസ്ലിമീങ്ങൾ ഒന്നിച്ചിരുന്ന് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ ഇവർ കൈതാഴ്ത്തിയിരിക്കുന്നു. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, ഒരു മരണാനുബന്ധ ചടങ്ങിൽ നിങ്ങൾ നോക്കൂ, വിശ്വാസികൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പടച്ചോനെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവന്മാർ കൈപൊക്കാൻ ഇവർക്ക് മനസ്സില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വെറുതെ രോഷപ്രകടനമല്ല. അതേപോലെ തന്നെ നോക്കൂ, സന്തോഷദായകമായ എത്രയെത്ര വേദികൾ. വിവാഹം നടക്കുന്ന ഒരു വേദി, ആ മുബാറക്കത്തായ വേദിയിൽ അള്ളാഹുവിന്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മൃഷ്ടാന്നം ഭോജിച്ച ഈ വഹാബി അവൻ കൈപൊക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നോക്കണം, നമ്മളെ നാട്ടിലൊക്കെ കുടിയിരിക്കലുണ്ടാകുമ്പോ യുവന്മാരെയും വിളിക്കുമല്ലോ, ഇല്ലേ? വയറ് നിറച്ചുകൊണ്ടിട്ട് അവിടെ നന്ദിയുള്ള മനുഷ്യരോട് നന്ദി കാണിക്കാത്തവർ പടച്ച തമ്പുരാനോട് നന്ദി കാണിക്കുമെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റാ. അതുകൊണ്ട് തനിക്ക് ഭക്ഷണം തന്നയാളോടുള്ള കൃതജ്ഞതാ പ്രകടനം അയാൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. കാണാൻ നമുക്ക് ജീനിച്ചാലുള്ള ദുആ എന്ന് പറയുന്നവർ കളിയാക്കാറുണ്ടല്ലോ.
എടോ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ദുആയിരക്കുന്നു. പള്ളറച്ച് തിന്നാൻ കൊടുത്തിട്ട് ഈ വീട്ടുകാരന് അല്ലാഹുവേ ഇവിടെ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ, ഖിയാമത്ത് നാൾ വരെ ഇവിടെ ബർക്കത്ത് ചൊരിയണേ, ശാന്തി വർഷിപ്പിക്കണമേ, റഹ്മത്ത് ചൊരിയണേ എന്ന് ദുആയിരക്കുമ്പോ കയ്യുപൊക്കാവിന്റെ മനസ്സ് പാകപ്പെടുന്നില്ലെങ്കിൽ ഇത്രയും നന്ദിവെട്ട വർഗത്തെ സമുദായത്തിൽ ബാക്കിയും പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സമുദായം ഇവരെ ഏറ്റെടുക്കേണ്ടതുണ്ടോ? അതേപോലെ തന്നെ തറാവീഹിന്റെ വിഷയം ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സ്വഹാബത്തിനെ ഖുലഫാഉർ റാഷിദുകളെ പിന്തുടരണമെന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വ്യവസ്ഥാപിതമായി ജമാഅത്തായി സംഘടിപ്പിക്കപ്പെടാത്ത തറാവീഹ് നിസ്കാരം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഇമാമിന് കീഴിൽ വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കായി നടപ്പാക്കിയപ്പോൾ അവിടെ 20 റക്അത്താണ് നടന്നതെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കാനൂ യഖൂമൂന അലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാന ബി20 റക്അ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 റക്അത്ത് തറാവീഹ് അവർ നിസ്കരിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന പരാമർശം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകാര്യനല്ല. ഇവര് നേരത്തെ പറഞ്ഞു വെച്ചു, വഹാബികൾ കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും തെളിവല്ല. സ്വഹാബത്തിനെ വിശ്വസിക്കാത്തവർക്ക്, സ്വഹാബത്ത് ദീനിൽ കരിഞ്ചന്ത നടത്തിയെന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് ഖുർആൻ പ്രമാണമാകുക? കാരണം ഖുർആൻ നമുക്ക് കൈമാറി കിട്ടിയത് മഹാന്മാരായ സ്വഹാബത്തെ കിറാം വഴിയാണ്. ഈ സ്വഹാബത്ത് ദീനിൽ കരിഞ്ചന്ത നടത്തിയെന്ന് പറയുന്നവർ മഅദല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വഹാബത്ത് കരിഞ്ചന്ത നടത്താതെ, കൃത്രിമം കാണിക്കാതെ ഖുർആൻ നമുക്ക് കൈമാറി തന്നു എന്ന് വിശ്വസിക്കാൻ ഇവർക്ക് എന്ത് വകുപ്പുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചത് അത് അവർക്ക് തെളിവല്ല പോൽ. ഉമർ റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ രണ്ടാം ബാങ്ക് അവർക്ക് സ്വീകാര്യമല്ല പോൽ. പക്ഷേ ഈ പരിശുദ്ധമായ ഖുർആൻ സ്വഹാബത്ത് വഴി കൈമാറി കിട്ടിയത് അവർക്ക് പ്രമാണമാണ് പോൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈരുദ്ധ്യം തിരിച്ചറിയാൻ യഥാർത്ഥത്തിൽ ഇവർ ദീനിനെ കൊല ചെയ്യുകയാണ്. ദീൻ നശിപ്പിക്കാൻ വേണ്ടി നേരത്തെ ബഹുമാന്യനായ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളിൽ നിന്ന്, സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുള്ള ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട ഇസ്ലാമിലെ ചാരന്മാരാര് ആണ് ഈ വിഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു കാര്യം കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കുരിശ് യുദ്ധങ്ങൾ നടന്ന സന്ദർഭം മുസ്ലിമീങ്ങളോട് അതിശക്തമായ പരാജയം ഏറ്റുവാങ്ങിയ ആ യൂറോപ്യൻ ശക്തികൾ അവർ ഇസ്ലാമിനെ തകർക്കാൻ എന്തുണ്ട് വഴി? അവർ കണ്ടുപിടിച്ച ഒരു മാർഗം എന്തായിരുന്നു? ഇസ്ലാമിക പ്രമാണങ്ങളെ വികൃതമായി വ്യാഖ്യാനിക്കുക, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് കൃത്രിമമായിട്ടുള്ള ഭാഷ്യങ്ങൾ ചമക്കുക. അങ്ങനെ ബുദ്ധിജീവികളായ ഒട്ടേറെ ആളുകൾ, ഇസ്ലാമിക ചരിത്രം പോലും വക്രീകരിക്കപ്പെട്ടത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പോലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇസ്ലാമിക ചരിത്രം എന്ന പേരിൽ പഠിപ്പിക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഖുർആനിക വ്യാഖ്യാനങ്ങൾ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത രീതിയിൽ ഇസ്ലാമിക ആശയങ്ങൾ എന്ന പേരിൽ, വിശ്വാസ സംഹിതകൾ എന്ന പേരിൽ പഠിപ്പിക്കപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ടായി, ഇത് പഠിച്ചത് വിദ്യാസമ്പന്നരായ ആളുകളാണ്. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇത് പഠിക്കാൻ അവസരമുണ്ടായത് വിദ്യാസമ്പന്നരായ ആളുകൾക്കാണ്. സാധാരണക്കാരായ ആളുകളിലേക്ക് ഈ വികലമായ ആശയം എത്തുന്നതിന് അല്ലറ ചില്ലറ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കാതെ വന്നപ്പോൾ സാധാരണക്കാരിലേക്ക് കൂടി ഈ വൃത്തികെട്ട ആശയം, ഇസ്ലാമിക വിരുദ്ധ ആശയം എത്തിക്കുകയും മഹാന്മാരോടുള്ള ആദരവ് മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും അവരുടെ ആത്മീയത തകർക്കുകയും അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരെ അതിജയിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് സാമ്രാജ്യത്വ ശക്തികൾ ചെയ്തത്, യൂറോപ്യർ ചെയ്തത്. അതിന്റെ ഭാഗമായി ഹംഫറിനെയും ലോറൻസിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ മുസ്ലിം ലോകത്തേക്ക് ചാരന്മാരായി നിയോഗിച്ചു. ഇവരാണ് ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളെ, വിശ്വാസ സംഹിതകളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത്. അതിനിരയായി നിന്നുകൊടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഇബ്നു അബ്ദുൽ വഹാബുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കക്ഷികൾ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളെ ഒന്നടങ്കം എതിർക്കുന്നില്ല.
ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ആദാബുകൾ, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അത് വികൃതമാക്കി അവതരിപ്പിക്കുക, യഥാർത്ഥത്തിൽ ഫാസിദായ ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആരാധന പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറ്റുക. നോമ്പ് പാടില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല, അത് ഇസ്ലാമികമല്ലെന്ന് പറഞ്ഞാൽ സമുദായം അംഗീകരിക്കില്ല. അതുകൊണ്ട് പറയാ എന്താണ്, അത്താഴം സുബൈക്ക് ബാങ്ക് കൊടുത്താലും പള്ളർച്ച് കയ്യിലെ പാത്രത്തിലുള്ള തീരുവോളം തിന്നുക, പിന്നെ ആ നോമ്പുണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. നിങ്ങൾ നോക്കൂ, നമ്മുടെ പരിസരത്തൊക്കെ വഹാബികളുടെ പള്ളികളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. മഗ്രിബിന് സകലമാന പള്ളികളിൽ നിന്നും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വഹാബിയുടെ പള്ളിയിലെ ബാങ്ക് വിളിക്കും. എന്താ കാരണം? മുസ്ലിമിന്റെ നോമ്പ് ഫസാദാക്കണം. മഗ്രിബിന്റെ ബാങ്ക് മുഴങ്ങും, സുബഹിക്കോ എല്ലായിടത്തും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ കൊടുക്കൂ. കാരണം അതുവഴി ആളുകൾ അത്താഴം എന്ന പേരിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവന്റെ നോമ്പ് ഫാസിദാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ തന്നെയാണ് മഹാന്മാരോടുള്ള ആദരവുകൾ, അതില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ തന്നെയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മുസ്ലിം ഉമ്മത്ത് കേരളത്തിൽ നൂറ്റാണ്ടുകളായി സ്വഹാബത്തിന്റെ കാലം തൊട്ട് തന്നെ അനുഷ്ഠിച്ചു വരുന്നതാണ്. പക്ഷേ അത് പാടില്ലെന്നാ പറയുന്നത്, അത് പാടില്ലെന്നാ പറയുന്നത്. മരിച്ചെടുത്ത ഖുർആൻ ഓതാൻ പാടില്ല പോലും. പത്രം വായിച്ചാൽ കുഴപ്പമില്ല, നാട്ടുവർത്താനം പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഖൈറുൽ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പാടില്ല. ഓന്റെ പോയത്തക്കാരെ ഒരു കാര്യം ചോദിച്ചോട്ടെ, മയ്യത്തിന് ഇതുകൊണ്ട് പ്രതിഫലം ലഭിക്കില്ലെന്നാണ് നിന്റെ വാദമെങ്കിൽ അത് വാദത്തിന് വേണ്ടി അംഗീകരിക്കുന്നു. എന്നോടോ ഖുർആൻ ഓതുന്ന ആൾക്കിലും എന്റെ കൂലി കിട്ടൂലേ? ഈ നാട്ടുവർത്താനം പറയുന്ന നേരത്ത് അള്ളാഹുവിന്റെ കലാമു പാരായണം ചെയ്യുക വഴി ഈ മനുഷ്യന് കൂലി കിട്ടുന്നത് എന്തിനു നഷ്ടപ്പെടുത്തണം? അതേ, നിന്റെ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കലാണ്, മുസ്ലിമിന്റെ ആത്മീയത നഷ്ടപ്പെടുത്തലാണ്, നിനക്കൊരു കാനേശുമാരി മുസ്ലിമീങ്ങളെ സൃഷ്ടിക്കലാണ്. നീ അച്ചാരം വാങ്ങി വന്നിട്ടുള്ള, നീ ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയോ ആ വിഭാഗം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതാണ്. അത് നീ അനവരതം തുടരുന്നു എന്നാണ് വിശ്വാസി സമൂഹം മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ സമുദായത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരെ പേറേണ്ട ബാധ്യത നമുക്കുണ്ടോ? ഇവർ ഈ സമുദായത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാക്കിയത്? സകല സ്ഥലത്തും തല്ലുണ്ടാക്കാനും ഫിത്നയുണ്ടാക്കാനും സമുദായത്തിന്റെ ആരാധനകൾ നിഷ്ഫലമാക്കുവാനും അല്ലാതെ ഈ സമുദായത്തെ, ഈ വിഭാഗത്തെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് എന്ത് നേട്ടമുണ്ടായി? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്നന്റെയും മരിച്ചവരുടെയും അടുക്കൽ യാസീൻ ഓതാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ ഈ വിഭാഗം അതിന് തടയിടുന്നു. നാട്ടുവർത്താനം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവര് തഹ്ലീലിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാണ്. നിസ്കാരത്തിന് ശേഷം 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂല, വാശിയ ബസ്സിനും പിടിച്ചിരിക്കും. ജനാസ കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അവരെ കിട്ടൂല. നാട്ടുവർത്താനം പറഞ്ഞ് മുന്നിൽ ഒരൊറ്റ തൂർച്ചല, മുന്നിൽ 1ാം സഫിലേക്ക്. കാരണം പള്ളിയിൽ 1ാം സഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇവിടെ ഉണ്ട്, നാട്ടുകാരെ ബോധ്യപ്പെടുത്തണല്ലോ. എന്നിട്ട് മയ്യത്ത് ഇങ്ങനെ ജനാസൻ വരുമ്പോൾ ആ കാലിൽ പിടിക്കാൻ 4 തിരക്കൊക്കെ കൂടിയിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ, ഞങ്ങളതൊക്കെ ആക്കി വയ്ക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് കാണണം, ആഗോള മുസ്ലിമീങ്ങളുടെ വീക്ഷണം എന്താണ്? നിങ്ങൾക്ക് ഭരണപരമായി സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന, നിങ്ങൾ പറഞ്ഞത് മുഴുവനും നടക്കുമെന്ന് അവകാശപ്പെടുന്ന സൗദി അറേബ്യ, വഹാബി വിപ്ലവത്തിന്റെ അനന്തരഫലമായി സുന്നത്ത് ജമാഅത്തിന്റെ പല മൂല്യങ്ങളും പിടിച്ചു മുടപ്പെടുന്നതിന് അവസരമുണ്ടായ സൗദി അറേബ്യ, ആ സൗദി അറേബ്യയുടെ പെട്രോളിയം മന്ത്രിയായിരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കുകയും ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേയറ്റത്തെ മുഹിബ്ബുമായ അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ സന്താനങ്ങൾക്ക് പ്രവാചക പ്രേമം പഠിപ്പിക്കൂ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ച ഇന്നഹാ ഫാത്തിമത്തു സഹ്റ, ഇതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പേരിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിച്ച ആ ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി, അദ്ദേഹം മരിച്ച് ജനാസ നിസ്കരിച്ചിട്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് വിശ്വാസി ലക്ഷങ്ങൾ കൂട്ടമായ തഹ്ലീലും ചൊല്ലിപ്പോയത് കിണറ്റിലെ തവളകളെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇതേതാ യുഗം എന്നറിയാവോ? ഒരു കാലഘട്ടത്തിൽ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇതാ അവിടെ മൗലൂദ് അവിടെ ഇല്ലേ, റാത്തീബ് അവിടെ ഇല്ലേ, അവിടെ പെണ്ണുങ്ങൾ എല്ലാവരും പള്ളിക്ക് വരുന്നുണ്ട്, എല്ലായിടത്തും 8 റക്അത്ത് തറാവീഹ് വിളിച്ചു കൂവിയ വഹാബികളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് മുസ്ലിം ലോകവുമായുള്ള ബന്ധം സുദൃഢമാക്കിയപ്പോൾ എവിടെ, ഏത് മാളത്തിലാ നിങ്ങൾ പോയി ഒളിച്ചത്? എവിടെ നിങ്ങളെ പഴയ വാദമുഖങ്ങൾ?
പലപ്പോഴും ഇവരുടെ സമ്മേളനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അറബികളെ ഇമാമത്ത് നിർത്തിയാൽ കാണാം, ഇവരൊക്കെ നെഞ്ചിന്റെ മുലങ്ങനെ ഡേഞ്ചർ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കയ്യും കെട്ടി നിൽക്കുമ്പോ അറബികൾ മാന്യമായി നെഞ്ചിന് താഴെ കയ്യും കെട്ടി നിൽക്കുന്നത് കാണാം. ഞാൻ പറയുന്നത് മുസ്ലിം മുഖ്യധാര ലോക മുസ്ലിമീങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ലോക മുസ്ലിമീങ്ങൾ എവിടെ നിൽക്കുന്നു? മുഹമ്മദ് അബ്ദു യമാനിയുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തഹ്ലീൽ ചൊല്ലി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ അവസരമുണ്ടായ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലോകം ഇതിന്റെ ഒപ്പമാണെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്താൽ ഒരു കൂലിയും കിട്ടില്ല, പിന്നെ എന്തിനാ ഈ വെറുപണിക്ക് നിൽക്കുന്നതെന്നാണ്. യുവന്മാരോട് നമുക്ക് പറയാനുള്ളത്, എങ്കിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാനും പാടില്ല. കാരണം അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സആ എന്ന പരിശുദ്ധമായ ഖുർആൻ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ പ്രവർത്തിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നിങ്ങൾ, ഇയാൾക്കുള്ളത് എന്തായാലും രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. മരിച്ചയാൾ അയാൾ അതുവരെ റൂഹ് പിരിയുന്നത് വരെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അയാൾക്ക് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ആര് ചെയ്തിട്ടൊരു കാര്യമില്ല എന്നാ പറയുന്നത്. പിന്നെ എന്തിനാ ഇത്ര തിരക്ക് പിടിച്ചിട്ട് വന്നിട്ട് മയ്യത്ത് നിസ്കരിച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്നത്? പൊട്ടപ്പോയത്തല്ലേ നിങ്ങളുടെ ഭാഷ്യപ്രകാരം? തൽഖീൻ ചെല്ലുന്നതിന് മുമ്പ് ഞങ്ങളും ഇവിടെ ഉണ്ടേ മാലോകരെ എന്ന് സൂചിപ്പിക്കാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പള്ളിക്കാട്ടിൽ വന്നിട്ട് കൂട്ടം കൂടി നിന്ന് തസ്ബീഹ് ചൊല്ലുന്ന വഹാബികളില്ലേ? ഞാൻ ചോദിക്കുന്നു, ഈ മരിച്ചുപോയ ആൾക്ക് അയാൾ ജീവിതകാലത്ത് ചെയ്തതിന്റെ ഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ ഇനി ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ലെങ്കിൽ ഈ തസ്ബീഹ് കൊണ്ട് എന്താണ് ഫലം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ മുസ്ലിം ഉമ്മത്ത് പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന വഴി സ്വഹാബത്തിന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതേ തൽഖീൻ, നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ ഒരു കാര്യം പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഖുർആൻ തെറ്റാണെന്ന് പറയുന്നതിന് സമാനമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ കേൾക്കണം, ഇബ്നു തൈമിയ്യ അയാളുടെ ഫത്വയിലും ഫതാവയിലും തൽഖീൻ അനുകൂലമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിനനുകൂലമായി ഫത്വ നൽകിയിട്ടുണ്ട്. ആ ഫത്വ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ആരാണ് നിങ്ങളുടെ നായകന്മാർ? നിങ്ങൾ ആരെയാണ് അംഗീകരിക്കുന്നത്? മുത്ലഖ് മുജ്തഹിദുകളാണ്. ലോകത്താർക്കും സാധ്യമായിട്ടില്ലാത്ത വളരെ വലിയ ഒരു വിപ്ലവം സാധ്യമാക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചു. അതെന്തെന്നല്ലേ? 50 വർഷക്കാലം കൊണ്ട് ആയിരക്കണക്കിന് മുത്ലഖ് മുജ്തഹിദുകളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ്. ആരോട് കടപിടിക്കുന്ന? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആ മുജ്തഹിദുകളായ ഇമാമുമാരോട് കിടപിടിക്കുന്ന ഇവിടെ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്നത് സർക്കാർ ശമ്പളം വാങ്ങിയിട്ട് വഹാബികളെ സൃഷ്ടിക്കാൻ പറ്റുന്ന കുറെ പാഠശാലകൾ ഉണ്ടാക്കി, ഓറിയന്റൽ ടൈറ്റിൽ അറബിക് കോളേജുകൾ ഉണ്ടാക്കി. അങ്ങോട്ട് കുട്ടികളെ പോകാൻ കിട്ടുന്നില്ല. ഇപ്പൊ സംഗതി ആഫീസ് പുട്ടിനടുത്തേക്കാണ് പോക്ക്. കാരണം ഒന്നാമത് അത് കുളം തോണ്ടാൻ തുടങ്ങി. എവിടെയെന്ന് ചോദിച്ചാൽ ഇത് ഹാദാ കലമുൻ ഹാദാ ലൗഹ് എന്ന് പറഞ്ഞാൽ തന്നെ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് സുല്ലമിയായി സലഫിയായി രംഗത്ത് വരെയായിരുന്നു. ഇപ്പൊ നടക്കൂല. യൂണിവേഴ്സിറ്റി അത്യത്തിൽ ഇംഗ്ലീഷിന്റെ ചില പുസ്തകങ്ങളും ചില പാർട്ടുകളും എഴുതി ചേർത്തപ്പോ അതിന് നമ്മളെ പറ്റൂല. അത് നമുക്ക് ഇവര് കുറെ സൂട്ടും കൂട്ടക്കിടക്കും. ഇത് വലിയ വിദ്യാസമ്പന്നരാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്. യഥാർത്ഥത്തിൽ സുന്നികൾ നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ 4 അയലത്തെത്താൻ പറ്റുന്ന ഒന്നും ഒരു ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ആചാരാനുഷ്ഠാനപരമായ ചില കാര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചത്. വിശ്വാസപരമായ കാര്യങ്ങൾ, തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസിൽ വിശ്വാസികൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടുന്ന പാഠം കൊടുക്കുന്നുണ്ട്. അല്ലാഹു ഏകനാണ്, അവനിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നു, അവൻ ആരിലേക്കും ആശ്രയിക്കുന്നില്ല, അവൻ നിരാശ്രയനാണ്, അവന് മക്കളില്ല, അവൻ ആരുടെയും സന്തതിയല്ല, ആരുടെയും സന്താനമല്ല, അവന് തുല്യമായി ആരുമില്ല, ഒന്നുമില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. പക്ഷേ വഹാബികൾ അള്ളാഹുവിനെ സൃഷ്ടിജാലങ്ങളോട് ഉപമിക്കുന്ന വൃത്തികെട്ട ഏർപ്പാടാണ് നടത്തിയത്. അവരുടെ ആവശ്യം എന്താണ്? സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ട നടപ്പാക്കണം, വിശ്വാസികളുടെ ഈമാൻ നഷ്ടപ്പെടുത്തണം. അല്ലല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അംഗീകരിക്കില്ല. അപ്പൊ പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് വികലമായ ആശയങ്ങൾ പഠിപ്പിക്കുക. അതേസമയം അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് മഹാത്മാക്കൾ സഹായിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്കുള്ള വസീലയാണ് അംബിയാക്കൾ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് സ്വഹാബത്ത് വിശ്വസിച്ചു.
അതുകൊണ്ടാണ് കാലിന് കോച്ചു വലിപ്പുണ്ടായപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹപ്രവർത്തകന്റെ നിർദ്ദേശം മാനിച്ച് ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറയാൻ പറഞ്ഞപ്പോ സ്വഹാബത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാതെ. അതുകൊണ്ട് അവിടുന്ന് വിളിച്ചു, യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ. വഹാബികൾ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചാൽ മുശ്രിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മാനസികമായ ഒരു തഅല്ലുഖും ഈ ഉമ്മത്തിനുണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ അവർ ആത്മീയമായി കരുത്തു നേടും. അതുകൊണ്ട് അധർമ്മത്തിന്റെ ശക്തികൾ പരാജിതരാകും. അങ്ങനെ ഉണ്ടായിക്കൂടാ. ഞങ്ങൾ ചില ആളുകളുടെ അടുത്ത് നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് ഇങ്ങനെയാണ്. അവിടെ പ്രശ്നങ്ങൾ അത്രയും അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ. അല്ലാഹുവാണ് അടിസ്ഥാനപരമായ സഹായത്തിന്റെ ഉടമ എന്ന് വിശ്വസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള സ്വഹാബത്തിന്റെ വിശ്വാസം, അതാണ് മുസ്ലിമീങ്ങൾ ഈ 14 നൂറ്റാണ്ടിലേറെയായി വിശ്വസിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക. പറയാറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കുന്നുള്ളൂ. റസൂലുള്ളാഹിന്റെ മുടിക്ക് പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നുള്ളൂ. കണ്ണും കാതുള്ള മനുഷ്യന്മാരല്ലേ ഇവിടെ ജീവിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, മർക്കസു സഖാഫത്തി സുന്നിയുടെ സമ്മേളനം നടക്കുമ്പോ UAE ഭരണകൂടത്തിലെ ഔദ്യോഗിക സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വ്യക്തി, നേരത്തെ UAEയുടെ ഔഖാഫ് മന്ത്രിയായിരുന്ന ഹസ്റജിയുടെ പുത്രൻ, ജംഇയ്യത്തുൽ അൻസാറിന്റെ ഡയറക്ടർ, അദ്ദേഹം പരമ്പരാഗതമായി ആ ഗോത്രപരമായി സംരക്ഷിച്ചു വരുന്ന ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട മുടി ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമക്ക് കൈമാറിയ ആ വികാരം തുടിച്ചു നിന്ന സന്ദർഭം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം. അറബികളും ലോകമൊട്ടുക്കും ഈ രീതിയാണ് പിന്തുടരുന്നത്. ഇത് ഇവിടെ കേരളത്തിൽ മാത്രമുള്ള ഏർപ്പാടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി സൂക്ഷിച്ചിട്ടുള്ള ആ ചെപ്പിൽ നിന്നെടുത്തുകൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് സ്വഹാബത്തിന് രോഗശമനത്തിന് വേണ്ടി, വിശിഷ്യ കണ്ണേറ് പോലുള്ള രോഗത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു മുടി, ഏതാനും മുടികൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ചിരുന്നുവെന്നും ഒരു സ്വഹാബി വര്യൻ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് എന്ന സ്വഹാബി പറഞ്ഞത് കാണാം. അതെന്തെന്നറിയാൻ ഞാൻ പാളി നോക്കുമ്പോൾ, എത്തി നോക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുവന്ന ഏതാനും മുടികൾ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എടുത്ത സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. വഹാബികൾ എന്തു പറയുന്നു? ഇത് അനാചാരം എന്ന് പറയുമോ? അന്ധവിശ്വാസം എന്ന് പറയുമോ? ശിർക്ക് എന്ന് പറയുമോ? എന്നാൽ ഞങ്ങൾക്ക് പോകാനുള്ളത് സ്വഹാബത്ത് പോകുന്ന സ്വർഗത്തിലേക്കാണ്, നീ പോകുന്ന നരകത്തിലേക്കല്ല. അതുകൊണ്ട് സ്വഹാബത്തിന്റെ മാർഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ മുടി കളഞ്ഞതിന് ശേഷം വലതുഭാഗവും പിന്നീട് ഇടതുഭാഗവും കളഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ട് ഇഖ്സിംഹു ബൈനൻ നാസ് എന്ന് പറഞ്ഞത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ജനങ്ങൾക്ക് ഓരിച്ചു കൊടുക്കാനാണ്, വലിച്ചെറിയാനല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്തിന്റെ വിശ്വാസം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പും അവിടുത്തെ ജുബ്ബയും ഒക്കെ ഇമ്മട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെയും ബറക്കത്തിന് വേണ്ടി മഹാന്മാരായ സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്നു. അവരിലൂടെ ആശയം ഏറ്റെടുത്തിട്ടുള്ള മഹാത്മാക്കളാണ്, പണ്ഡിതന്മാരാണ് കേരളീയ സമൂഹത്തിന് നേതൃത്വം കൊടുത്തത്. ഇവിടെയുള്ള പുത്തമ്പള്ളിയിലെ ജാറം തകർക്കണം, ഭീമാപ്പള്ളിയിലെ ജാറം തകർക്കണം, മമ്പുറത്തെ ജാറം തകർക്കണം എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന വഹാബികളെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അത്രമാത്രം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നു. യഥാർത്ഥത്തില് ആരും മേലെ കയ്യവെക്കൂല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ നിങ്ങൾ ഇത് പറയുള്ളൂ. ഒരു കാര്യം ചോദിക്കുന്നു, മലപ്പുറത്തിനും വേങ്ങരക്കുമിടയിൽ മഹാരഥന്മാരായ സാദാത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ചില മക്ബറകളുണ്ട്. ആ മക്ബറകൾ തകർക്കണമെന്ന് പറയാൻ വഹാബികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും കുട്ടിക്ക് ചങ്കൂറ്റുണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ, ഒരു ഏതെങ്കിലും ഒരു വേദിയിൽ നിന്ന് ഒന്ന് പറയട്ടെ. വിവരാണ്, ബാക്കിയൊന്നും ഞാൻ പറയണില്ല. മലപ്പുറത്തിനും വേങ്ങരക്കുമിടയിൽ കേരളീയ മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന സാദാത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറകളുണ്ട്, കൃത്യമായി കെട്ടിപ്പൊക്കിയത് തന്നെ. അത് തകർക്കണമെന്ന് പറയാൻ പറ്റുമോ? എന്നാ മുജാഹിദിന്റെ ആപ്പീസ് ഒന്നിച്ചാണ് കൂട്ടും. അതുകൊണ്ട് അത് പറഞ്ഞാല് വിവരം കൊണ്ട് അറിയും. ഇത് പുത്തമ്പള്ളി പറയാൻ എളുപ്പാ, ഉമർ ഖാദിന്റെ പറയാൻ എളുപ്പാണ്,
അവിടെ അപ്പുറത്ത് സൗദിന്റെ ഭരണം കിട്ടിയാൽ തകർക്കും എന്ന് പറയാൻ അതും എളുപ്പാ. പക്ഷെ ചിലതുണ്ടല്ലോ, നമ്മൾ ചില വാലൊക്കെ പല അമ്മിന്റെ ചോട്ടാ കിടക്കുന്നത്, അതുകൊണ്ട് ഇത് പറയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രക്ക് ആദർശ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് പറയണം, അത് നമുക്ക് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ ഭിന്നതയാണ്, മുസ്ലിം സമുദായത്തിൽ സംഘർഷമാണ്. ഒരു നവോത്ഥാനം ഇവർ സാധിപ്പിച്ചിട്ടില്ല. കാരണം മുസ്ലിം സമുദായം എവിടെയൊക്കെ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ടോ, അതിനൊക്കെ അള്ളുവെക്കാനും ചതിപ്രയോഗം നടത്താനും അയ്യന്മാർ ശ്രമിച്ചിട്ടുള്ളത്. ഇവരുടെ നേതാവ് കെ എം മൗലവി കേരളത്തിലെ മലബാറിലെ മുസ്ലിം ജനസാമാന്യത്തെ ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന തോക്കിന് മുന്നിലേക്ക് തള്ളിയിട്ടിട്ട് പർദ്ദം ധരിച്ചുകൊണ്ട് നാട്ടപ്പാതിലേക്ക് നാട് കടന്ന ഭീരുവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇവരാണത്രേ നവോത്ഥാനത്തിന്റെ നായകന്മാർ. അതേസമയം പള്ളി ദർസുകൾ സ്വഹാബത്ത് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ ചെരുവിലിരുന്നു കൊണ്ട് പഠനം നടത്തിയ അഹ്ലുസ് സുഫയുണ്ടല്ലോ, അല്ലാഹുവേ അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണമേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അഹ്ലുസ് സുഫയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് കേരളത്തിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന മഖ്ദൂമുമാരിലൂടെ കൈമാറി കിട്ടിയ ദർസി സമ്പ്രദായം, ആ സമ്പ്രദായത്തെ തകർക്കാൻ വഹാബികൾ ശ്രമിച്ചു. അവരുടെ നേട്ടങ്ങളിൽ ഒന്നിപ്പോ പറയാറുള്ളത് അതാണ്. നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ള നേട്ടങ്ങൾ വേറെയുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കി, റോഡ് ഉണ്ടാക്കി, പാലുണ്ടാക്കി എന്നൊക്കെ പറയണ്ടല്ലോ, എളുപ്പമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ ഏത് പെണ്ണുങ്ങൾക്ക് വയറ്റിലുണ്ടായാലും ഇയാൾ പറയും അതിന്റെ ആള് നമ്മളാ. ഈ രൂപത്തിൽ നാട്ടിൽ എന്ത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ്, അത് നമ്മളാ. കുറെ ഡോക്ടർമാരുണ്ട്, അത് നമ്മളെ കൊണ്ടാ. എന്ത് പട്ടിയും പരിവട്ടമായി കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹം ഗൾഫ് രാഷ്ട്രങ്ങളുമായി ആളുകൾ തൊഴിൽ തേടി അങ്ങോട്ട് പോവാൻ തുടങ്ങിയപ്പോ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി, മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികയിൽ നിറഞ്ഞു നിന്ന മുസ്ലിം സമുദായം ബ്രിട്ടീഷുകാരൻ നാട് കടന്നപ്പോ വിദ്യാഭ്യാസ വിപ്ലവ രംഗത്തേക്ക് കടന്നു വന്നു. ശൈഖുനാ കാന്തപുര ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാരായ നായകന്മാർ കൃത്യമായ പദ്ധതികളോടുകൂടി ഈ സമുദായത്തിന് വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം നൽകി. സമുദായത്തിന് പുരോഗതി ഉണ്ടായി. 4 അറബി കോളേജ് ഉണ്ടാക്കിയ ആൾക്കാർ, ഇതിന്റെ ആള് എഞ്ചിനീയർ ഉണ്ടാക്കിയത് ഞങ്ങളെ കൊണ്ട്, ഡോക്ടർ ഉണ്ടായത് ഞങ്ങളെ കൊണ്ടാ. ഉളുപ്പുണ്ട് ചെങ്ങൈമാരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം ഈ ദർസിലൂടെ കടന്നു വന്ന ആലി മുസ്ലിയാരും ഉമർ ഖാദിയും ഇവർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ നിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ ആചാരം പറ്റിയിട്ട് ആഢ്യ നരമനകളിൽ സുഖനിദ്രയിലായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ ഈ വഹാബിസും പൊരിയിട്ട് ഇങ്ങോട്ട് വന്നത്. മുസ്ലിം ലോകത്താകമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വഹാബിസത്തിന്റെ വിഷവിത്തും പൊരിയിട്ട് വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻഡോസൾഫാനെതിരെ സമരം നയിക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങൾ, പ്രതിരോധശേഷിയില്ലാത്ത പാവപ്പെട്ട മക്കളെ പിടികൂടാനിരിക്കുന്ന ഈ കീടത്തിനെതിരെയാണ് നാം ഒക്കെ പ്രതികരിക്കേണ്ടത്. ഇതിനെതിരെ വല്ല പ്രതിരോധ മരുന്നുമുണ്ടെങ്കിൽ തളിക്കേണ്ടത് ഇവിടെ കൊണ്ടുപോയിട്ടാണ്. പാവപ്പെട്ട കാസർകോട്ടെ പാവങ്ങളെ അവരുടെ ജീവനും അവരുടെ സ്വത്തും അവരുടെ നിലനിൽപ്പും നഷ്ടപ്പെടുത്തുന്ന അവിടെ കൊണ്ടുപോയിട്ടല്ല. എൻഡോസൾഫാനേക്കാണ് ശക്തിയേറിയ വല്ല മരുന്നും വേണ്ടി ഒരു ഇവിടെ അടിക്കണമെങ്കിൽ. കാരണം നമ്മുടെ പാവപ്പെട്ട യഥാർത്ഥത്തിൽ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസമാകുന്നത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. വിശ്വാസം അത് സംരക്ഷിക്കാനാണ് നമ്മൾ നിലനിൽക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ അതേപോലെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. കാനേശുമാരി മുസ്ലിമായിട്ട് കാര്യമില്ല, ഞാനും മുസ്ലിമാ, ഞാനും ഗോമൂപ്പന്റെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളിൽ ഈമാൻ വേണം. അതില്ലാത്തൊരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കുകയാണ്. ആരോടും ആദരവില്ല, ഉസ്താദ്മാരോട് ആദരവില്ല. പഴയ കാലത്തൊക്കെ ഉസ്താദ്മാര് പള്ളി മിഹ്റാബിൽ എന്നൊരു കാര്യം പറഞ്ഞാൽ സമുദായം അത് അംഗീകരിച്ചിരുന്നു. എങ്ങനെ കള്ളുടിയന്മാര് കൂടിയത്, എങ്ങനെ പെണ്ണുപിടിയന്മാര് കൂടിയത്, മൂല്യരെ ഞങ്ങളെ ചോദിക്കാൻ ആരാ എന്ന രൂപത്തിലേക്ക് സമുദായത്തിന്റെ മനസ്സ് ഈ ബിദ്അത്തിന്റെ കക്ഷികൾ പരുവപ്പെടുത്തിയപ്പോൾ ആരും പറയാനും ചോദിക്കാനുമില്ലാത്ത, നയിക്കാനില്ലാത്ത, ആട്ടിടനയില്ലാത്ത ആട്ടിൻ പറ്റമായി സമുദായം മാറി. അതിന്റെ കാരണക്കാർ വഹാബികളാണ്. അവരായി സമുദായത്തിന് ഈ ദുർഗതി ഉണ്ടാക്കിയത് എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഒരു കാര്യം അവസാനമായി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റാനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിന്തുടരാനാണ്. അതുവഴി മാത്രമേ സ്വർഗത്തിൽ കടക്കാനാകൂ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആ സ്വഹാബത്തിന്റെ മാതൃക, മുഅ്മിനീങ്ങളുടെ മാതൃക, സബീലുൽ മുഅ്മിനീൻ, അതിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾക്ക് നരകം ഷുവറാണ്. അതുകൊണ്ട് നരകം നമ്മൾ സ്പെഷ്യലായി ചോദിച്ചു വാങ്ങേണ്ടതില്ല. ആ വിശ്വാസികളായ നമ്മുടെ മുൻഗാമികൾ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു പൊരുത്തപ്പെട്ട, അല്ലാഹു അവരെ തൊട്ടും അവർ അല്ലാഹുവിനെ തൊട്ടും പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ മഹാരഥന്മാർ. അതേസമയം വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസ്വീറാ. സത്യം ഇന്നതാണ്, സന്മാർഗം ഇന്നതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷവും പ്രവാചകരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മത്സരിക്കുന്നവർ, എന്നിട്ട് മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം, സ്വഹാബത്തിന്റേതല്ലാത്ത താബിഈങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുന്ന ആളുകൾ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ, അവരേറ്റെടുത്ത കാര്യം അത് നമ്മളെ ഏൽപ്പിക്കും, അവർ ഓരോ പാട്ടിന് പോട്ടെ. വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറ, അവരെ നമ്മൾ നരകത്തിൽ കടത്തും. ആ എത്തിപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ അത് വളരെ മ്ലേച്ഛമാണ്, വളരെ മോശമാണ്. അല്ലാഹു നരകത്തിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്തിലാക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഏവരും ദുആയിരക്കണമേ എന്ന വസിയ്യത്തോടുകൂടി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.